അടുക്കളയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മൾട്ടി പർപ്പസ് വയർ ഡിഷ് വാഷിംഗ് ക്ലോത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കാണിച്ചു തരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് പരസ്യം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് അത്ര യൂസ്ഫുൾ ആണോ നല്ലതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങാതിരിക്കും അല്ലേ. പക്ഷെ ഞാനിത് വാങ്ങി നോക്കിട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ വീട്ടിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്പോഞ്ച് അതുപോലെ ചെറിയ സ്ക്രബ്ബറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങൾ കഴുകുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും നമുക്ക് കാലങ്ങൾ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ള നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ നമ്മൾ കാലത്തിനൊത്ത് മാറണമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതുണ്ടോ, നല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഹോളുകൾ ഇതിനകത്തുണ്ട്, അരിപ്പ് പോലെ. ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പോഞ്ചും നമ്മുടെ സ്ക്രബ്ബറൊക്കെ നമുക്കറിയാം നല്ല തിക്കായിട്ടിരിക്കുന്നതാണ്. അത് നമ്മൾ പാത്രങ്ങളൊക്കെ തിരക്കിട്ട് കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പാത്രങ്ങളിലെ അഴുക്ക് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കയറിയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, തിരക്കിട്ട് വേഗം കഴുകി അതൊന്ന് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് പിഴിഞ്ഞ് നമ്മൾ അവിടെ വെക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴുകിയ ആ പാത്രത്തിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്ത് തങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചാലൊന്നും അത് കാര്യമായിട്ട് പോവില്ല. ഞാനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തിരക്ക് പിടിച്ച് അങ്ങനെ പോയാലും ഞാനൊരു 2 ദിവസം കൂടുമ്പോൾ അതെടുത്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് എനിക്കുണ്ടായ ഒരു വലിയൊരു ഇത് ഞാൻ കുറച്ച് നാൾ ഞാൻ ഉപയോഗിച്ചു. ഇതിപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഗുണങ്ങൾ മാത്രമൊന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടായാലോ. ഇത് കണ്ടോ, ഇതിന് ചുറ്റും നല്ല ഈ ലോക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ വിട്ടു പോകാതിരിക്കാൻ ലോക്ക് ചെയ്തിരിക്കുന്ന പോലെ ഉള്ളതുകൊണ്ട് ഇത് എത്ര നാൾ ഉപയോഗിച്ചാലും ഇത് പിഞ്ഞി പോവുകയോ അല്ലെങ്കിൽ അഭംഗിയായിട്ടിരിക്കുകയോ ചെയ്യില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഹോളിൻ്റെ അടുത്തുള്ളത് ഒരു എന്താ പറയുക, ശരിക്കും ഒരു സ്റ്റീലിൻ്റെ തന്നെ കളറാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ കളറിലുള്ള ഒരു സംഭവമാണ് ഇതിന് കോട്ടിങ്. നല്ല അരയാണ്. നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിനിട്ട് ഉരച്ച് കഴിഞ്ഞുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്രത്തോളം വേദന ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മുടെ പാത്രങ്ങൾ തേച്ച് കഴുകാൻ എളുപ്പമാണ്. പാത്രങ്ങളിൽ സ്ക്രാച്ച് വീഴില്ല. മിക്കവാറും സ്റ്റീലിൻ്റെ ഊളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് കഴുകി പോകാൻ വേണ്ടി നമ്മൾ പലരും സ്റ്റീലിൻ്റെ ഊളും അതുപോലെ നല്ല അരയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ. ചിലർ ചകിരി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അത് പാത്രത്തിൽ പോറൽ വീഴും, നിങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ ഇത് നമുക്ക് ഒരു പോറലും ഇല്ല. നോൺ സ്റ്റിക്ക് പാനിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അല്പം ലിക്വിഡ് മതി. അതായത് നമ്മൾ സ്പോഞ്ചൊക്കെ ആകുമ്പോൾ നമ്മൾ ലിക്വിഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും ലിക്വിഡ് അതിന് കയറി പിടിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരല്പം മതി. നമുക്ക് ആ ഒരു സിങ്കിൽ കിടക്കുന്ന പാത്രം എല്ലാം നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമുക്കിത് കഴുകിക്കളഞ്ഞാൽ മതി. അത്ര നല്ലതാണ്. ഇപ്പോൾ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുടുമ്പോഴേ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടൊക്കെ നമ്മൾ കഴുകുമ്പോൾ തിക്കായിട്ടുള്ള ഒരു സ്പോഞ്ച് പോലത്തെ പച്ച കളറൊക്കെയാണ് ഉപയോഗിക്കല്ലേ. അതൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കഴുകി കിട്ടും. പക്ഷെ എന്താണ്, അതിലത്തെ ഇഡ്ഡലിയുടെ ആ ചെറിയൊരു അംശങ്ങളൊക്കെ നമ്മുടെ ഇതുമിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അത് അറിയാവുന്നതാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി, എല്ലാം പോകും. ഉണക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇനി നമ്മളത് ഡിഷ് വാഷ് അല്ലാതെ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം വിം ബാറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചാലും നമ്മളൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചാലും സോപ്പ് അത്രയും നഷ്ടപ്പെട്ടു പോവില്ല, മെൽറ്റായി പോവില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി. പിന്നെ ഞാനിപ്പോൾ ഒരെണ്ണം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2ാമത്തെ മാസമാണ്. അത് കളയാറായിട്ടുണ്ട്. 2 മാസമൊക്കെ നമ്മളിത് ഉപയോഗിച്ചാൽ മതിയാവും. 179 രൂപയാണെന്ന് തോന്നുന്നു ഇതിന്. നമുക്ക് 6 ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് ഹെൽത്തിനും നല്ലതാണ്. നമ്മൾ ഈ മണമുള്ള ദുർഗന്ധമുള്ള സ്പോഞ്ചും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കാലത്തിനനുസരിച്ച് നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് സ്വന്തമാക്കാമല്ലോ. ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം. ഇത് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ അടി പിടിച്ചത് കരിഞ്ഞത് പാലൊക്കെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കറ പിടിച്ച കൂടുതൽ കറയായിട്ടുള്ളതിന് നമുക്ക് ഇതുപോലത്തെ സിംഗിൾ ലെയർ അല്ലാതെ നമുക്ക് ഡബിൾ ലെയർ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ മേടിച്ചിട്ടില്ല, കാരണം നമുക്ക് എന്താ പറയുക അത്ര കരിഞ്ഞ് പിടിക്കുന്നില്ലല്ലോ. പിടിക്കാനും തന്നെ നമുക്ക് നല്ല ഫോഴ്സിൽ ഉരച്ച് കഴിയാൽ ഇതുകൊണ്ട് പൊക്കോളും. ഇനി അതല്ല, നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റീൽ ഊള് വാങ്ങിച്ചു വെച്ചാലും നമുക്ക് വല്ലപ്പോഴും പാത്രം അടി പിടിച്ചത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അതെടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ തന്നെ ഡബിൾ ലെയർ വരുന്നുണ്ട്. അത് ഹാർഡായിട്ടുള്ള നമ്മുടെ അടി പിടിച്ച കാര്യങ്ങളൊക്കെ കളയാനായിട്ട് അതും നമുക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പം ഞാൻ ആ സൈറ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു നമ്മുടെ ഡിഷ് വാഷ് അതായത് സൊല്യൂഷൻ ഒഴിച്ചു വയ്ക്കുന്ന ഒരു ഇത് എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുമ്പാന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
എനിക്കിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടോ, ഒരു കുഴപ്പമില്ല. അതെ ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന സിങ്ങിൻ്റെ സൈഡിലും അവിടെയൊക്കെ നമുക്ക് ഒരു അഭംഗിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്, നിങ്ങളൊന്ന് കണ്ടോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടം അറിയിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന മിക്ക വീഡിയോസും ആരും തന്നെ അധികം കാണുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആഴ്ചയിൽ 3 വീഡിയോ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പറ്റുന്ന നിങ്ങളൊക്കെ ഒന്ന് കാണുക. ഞാൻ കുറച്ച് വീഡിയോ, ഉപകാരപ്രദമായ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.